പ്രിയപ്പെട്ടവരെ, ജഗരന്തയിലെ ഊഞ്ഞാൽ എൻ്റെ ആദ്യ കവിതാ പുസ്തകമാണ്. അത് കവിതയോ വർത്തമാനമോ എൻ്റെ ഭ്രാന്തോ ചിന്തകളോ ഒക്കെയാണ്. ലോക്ക്ഡൗൺ കാലത്ത് ഏകാന്തമായി ഇരിക്കാൻ എല്ലാവർക്കും കുറേ സമയം കിട്ടിയല്ലോ. ആ സമയത്ത് ഞാൻ എന്നിലേക്ക് നോക്കി എന്നെക്കുറിച്ചും എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെയോ എഴുതി വെച്ചതാണത്. കുഞ്ഞു സങ്കടങ്ങളിൽ തട്ടി വീഴുന്ന ശീലമുണ്ട്. അത് എന്ന് വന്നു എന്ന് എനിക്കറിയില്ല. വലിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസം തോന്നില്ല. അങ്ങനെ ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതൊക്കെ എഴുതി വെക്കണം എന്ന് തോന്നും. അങ്ങനെ ഉണ്ടായതാണ് ജഗരന്തയിലെ ഊഞ്ഞാൽ. പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും പുസ്തകം വായിക്കണം, അഭിപ്രായം പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വർത്തമാനത്തിലെ കുഞ്ഞു കല്ലുകളിൽ തട്ടി നമ്മൾ സങ്കടങ്ങളിലേക്ക് വീഴുമ്പോൾ ഭൂതകാലത്തിലെ ദുർബലമായ ചില ശേഷിപ്പുകളെ കെട്ടിപ്പിടിച്ച് നമ്മളൊക്കെ തേങ്ങും. മനുഷ്യരുടെയൊക്കെ ഉള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു പകുതി മനസ്സ് ഭൂതകാലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നോ ഉള്ള ഒരു ചെറിയ സങ്കടം, അത് ഇപ്പോൾ സങ്കടമേ അല്ല എങ്കിൽ പോലും അതിനെ എപ്പോഴോ വരികളാക്കിയതാണ് നീലിച്ച നോവുകൾ എന്ന് പറയുന്ന കവിത. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഇങ്ങനെ ചില നഷ്ടമായ ചില കാര്യങ്ങൾ. അത് എന്തോ ആവാം, നമ്മൾ മനുഷ്യരായിരിക്കാം, ചില സാന്നിധ്യങ്ങൾ, ചില സന്ദർഭങ്ങൾ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ ഓർത്തുകൊണ്ട് എഴുതിയ ഒരു ചെറിയ വരികളാണ് നീലിച്ച നോവുകൾ. അപ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ പെരുങ്കുന്നാക്കും. ചില സമയത്ത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ കണ്ണുകളൊക്കെ ഭൂതക്കണ്ണാടി മാതിരിയാണ്. ചെറിയ കാര്യത്തെ വലിയതാക്കിയിട്ട് കാണും, വലിയ കാര്യത്തെ നമ്മൾ നിസ്സാരമായിട്ട് അവഗണിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ എഴുത്തുകളൊക്കെ ചെറിയ കാര്യങ്ങളാണ്, അതിനെ ഞാൻ വലിയ ഒരു ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കി വലുതാക്കിയിട്ടുള്ളതാണ് ഈ പുസ്തകത്തിൽ നിറയെ ഉള്ളത്. നീലിച്ച നോവുകളും അതിലൊന്നാണ്. പ്രകാശന ചടങ്ങിൽ എൻ്റെ പ്രിയ വിദ്യാർത്ഥിയായിട്ടുള്ള ചിത്ര ജയന്തൻ മനോഹരമായിട്ട് അതിലെ പല കവിതകളും ആലപിക്കുകയുണ്ടായി. ചിത്ര ഇപ്പോൾ പരുതൂർ സ്കൂളിലെ അധ്യാപികയാണ്. അവൾ കവിയാണ്, ഗായികയാണ്. കവിത അതിൻ്റെ അർത്ഥവും ഭാവവും ഒക്കെ ഉൾക്കൊണ്ട് ചൊല്ലാൻ കഴിവുള്ള മിടുമിടുക്കിയാണ്. കുറച്ച് വരികളുള്ള നീലിച്ച നോവുകൾ എന്ന് പറയുന്ന ചെറിയ കവിത അവൾ അതിമനോഹരമായി ആലപിച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കൂ. നീലിച്ച നോവുകൾ എന്ന കവിത. നീ എന്നിലാകെ പടർന്നു നീലിച്ചതിൻ നോവുകൾ നീറ്റിക്കരയിക്കുമെങ്കിലും ചെമ്പകം ചൂടുന്നൊരായിരമോർമ്മകൾ ചന്ദനമാവുന്നുവെന്റെ തീനെറ്റിയിൽ. നീ എന്നിലാകെ പടർന്നു നീലിച്ചതിൻ നോവുകൾ നീറ്റിക്കരയിക്കുമെങ്കിലും ചെമ്പകം ചൂടുന്നൊരായിരമോർമ്മകൾ ചന്ദനമാവുന്നുവെന്റെ തീനെറ്റിയിൽ. പണ്ട് നാമേതോ സമാന്തര ഭൂമിയിൽ ചുംബിച്ചു നീലിച്ച ചുണ്ടുപോൽ ശംഖുപുഷ്പങ്ങൾ വിരിയുന്ന നീർത്തടഭംഗിയിൽ വന്നിറങ്ങുന്നു പക്ഷികൾ. നീ പറഞ്ഞിട്ടുപോയ കഥകളെൻ തീരമെത്താതെ മുങ്ങിയും പൊങ്ങിയും നീ വരച്ച ജലച്ചായ ചിത്രങ്ങൾ പോൽ വിഷാദം കനക്കുന്ന സന്ധ്യകൾ. ഒച്ചയുണ്ടാക്കി വീഴുകയാണോർമ്മകൾ, ഒച്ചയുണ്ടാക്കി വീഴുകയാണോർമ്മകൾ പൊട്ടി വീഴുന്നൊരാലിപ്പഴങ്ങൾ പോൽ. എന്നെ ഒട്ടു നനച്ചുമായുന്നു നീ മയങ്ങുന്ന മണ്ണിലേക്കെപ്പോഴും.
ഒച്ചയുണ്ടാക്കി വീഴുകയാണോർമ്മകൾ, പൊട്ടി വീഴുന്നൊരാലിപ്പഴങ്ങൾ പോൽ എന്നെ ഒട്ടു നനച്ചുമായുന്നു നീ മയങ്ങുന്ന മണ്ണിലേക്കിപ്പോഴും.